മാരത്തോൺ 2025-26 സ്വാമിനാഥ വിദ്യാലയം ആനക്കര ഡാറ്റ്ല ഗ്രൂപ്പ് 1 അവതരിപ്പിക്കുന്ന പ്രശ്നവും പരിഹാരവും. പ്രശ്നം: കൃഷിക്കാരും നാട്ടുകാരും സാധാരണ ജനങ്ങളും ഒരുപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം. ഇതിന് പരിഹാരവുമായാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നേരിടുന്ന ആളുകൾ: കൃഷിക്കാർ, നാട്ടുകാർ, ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്നവർ, ഗ്രാമത്തിൽ വസിക്കുന്നവർ, ഗോത്രവർഗക്കാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, മറ്റു പലരും ഈ പ്രശ്നത്തിൽ നേരിടുന്നു. ഇത് ബാധിക്കുന്ന സ്ഥലങ്ങൾ: കടകൾ, കൃഷിയിടങ്ങൾ, വീടുകൾ, സ്കൂളുകൾ, പൊതു ഇടങ്ങൾ എന്നിവയാണ് ഇത് ബാധിക്കുന്നത്. കാരണം ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ: വനമേഖലകൾ കൃഷിക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും കയ്യേറുന്നത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു. ഇത് മൃഗങ്ങളുടെ ഭക്ഷണവും വാസസ്ഥലവും തേടി ജനവാസ മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നു. പ്രശ്നപരിഹാരം: വന്യജീവികൾ കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബസറടിച്ച് കർഷകരെ അറിയിക്കുന്ന ഉപകരണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഒരു ഫോം ബോർഡ് എടുക്കുക. അതിൻ്റെ 4 മൂലകളിലും വുഡൻ ബ്ലോക്ക് ഫിറ്റ് ചെയ്യുക. എല്ലാ വുഡൻ ബ്ലോക്കിലും ഒരു PVC സ്ട്രിപ്പ് ഒട്ടിക്കുക. പിന്നെ ഒരു കോപ്പർ വയർ എടുത്ത് വുഡൻ ബ്ലോക്കിൽ ചുറ്റുക. പിന്നെ ഒരു ടച്ച് സെൻസറും ബാറ്ററി കണക്ടറും വൈബ്രേറ്റിംഗ് മോട്ടറും ബസറും എടുക്കുക. എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വയർ ടച്ച് സെൻസറിൻ്റെ ഒന്നാമത്തെ കണക്റ്റിംഗ് പോയിന്റിൽ കണക്ട് ചെയ്യുക. പിന്നെ ബാറ്ററി കണക്ടറിൻ്റെ പോസിറ്റീവ് വയർ രണ്ടാമത്തെ പോയിന്റിലും ബസറിൻ്റെയും വൈബ്രേറ്റിംഗ് മോട്ടറിൻ്റെ പോസിറ്റീവ് മൂന്നാമത്തേലും ഫിറ്റ് ചെയ്യുക. പിന്നെ ടച്ച് സെൻസർ കോപ്പർ വയറുമായി കണക്ട് ചെയ്യുക. പിന്നെ ബാറ്ററി കണക്ടറിൽ ബാറ്ററി ഫിറ്റ് ചെയ്യുക. കോപ്പർ വയറിലൂടെ ഇനി മൃഗങ്ങൾ പാസ് ചെയ്താൽ ബസറടിച്ച് കർഷകരെ അറിയിക്കാം. ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയ പ്രശ്നവും പരിഹാരവും. താങ്ക് യു.